ഫോൺ വിളി വിവാദത്തിൽ മുൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയുടേതാണ് ഉത്തരവ്. ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് DGP റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെയാണ് നടപടി. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കൊത്ത് പുറത്തേക്കെന്നും നടപടിക്ക് പിന്നാലെ PV അൻവർ MLA യുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഷഫീദ്, PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ മലപ്പുറത്തുനിന്ന് മറ്റാരോപണങ്ങൾ കൂടി ഈ സുജിത് ദാസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കൂടി ഉയർന്നു വരുന്നുണ്ടല്ലോ. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലല്ലേ നടപടി ഷഫീദ്? മുൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സുജിത് ദാസിനെതിരെ. അത് മാത്രമല്ല, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ മറ്റ് ചില ഇടപെടലുകൾ സംബന്ധിച്ചും ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലെ ആദ്യത്തെ നടപടിയെ നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിച്ചതാണ് അൻവർ MLA ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായ ഇടപെടൽ. ഇതിന് പിന്നാലെ സുജിത് ദാസിനെ സംരക്ഷിക്കാൻ പരമാവധി ആഭ്യന്തര വകുപ്പ് നോക്കി. ഒടുവിൽ സുജിത് ദാസിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ ആഭ്യന്തര വകുപ്പ് DGPയുടെ അടക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടാണ് ആ സസ്പെൻഷൻ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുജിത് ദാസിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും മറ്റു പരാതികളും അന്വേഷിക്കാൻ DIG അജിത ബീഗത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇവർ നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം PV അൻവർ MLA സുജിത് ദാസ് നടത്തിയ ഫോൺ വിളി സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു DIG അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥന് ചേരാത്ത തരത്തിലേക്കുള്ള പെരുമാറ്റം സുജിത് ദാസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രവുമല്ല, അതടക്കമുള്ള കാര്യങ്ങൾ അച്ചടക്ക ലംഘനമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി DIGയുടെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ സുജിത് ദാസിനെ കൈവിടാൻ തീരുമാനിച്ചത്. സുജിത് ദാസ് വഴി MR അജിത്കുമാറിലേക്കും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും PV അൻവറിന്റെ ആരോപണ ശരങ്ങൾ നീണ്ടിരുന്നു. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയുള്ള ആരോപണമടക്കം പരാതികളടക്കമുള്ള കാര്യങ്ങൾ അത് അന്വേഷിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിന് തൊട്ട് മുൻപ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ചില സന്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. അതായത് ഇനി ഇത്തരം ആളുകളെ സേനയിൽ തുടരാൻ അനുവദിച്ചാൽ അല്ലെങ്കിൽ പോലീസ് തലപ്പത്ത് തുടരാൻ അനുവദിച്ചാൽ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കും. അതുപക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പോലും വിമർശനങ്ങൾക്ക് വഴിവെക്കും. ഇതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി മുൻകൂട്ടി കാണുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള സസ്പെൻഷൻ എന്ന് നമുക്ക് ഇക്കാര്യത്തെ വിലയിരുത്താം. ഉന്മേഷ്. ഷഫീദ്, അപ്പോഴും ഈ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൂടിയുണ്ടല്ലോ. MR അജിത് കുമാർ അതേ സ്ഥാനത്ത് തുടരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി വിളിച്ച പോലീസ് ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ രണ്ടു തരത്തിൽ നിലപാടെന്നതാണോ? അങ്ങനെ വ്യാഖ്യാനം വരുമില്ലേ ഷഫീദ്? ഉന്മേഷ ഈ നിലവിലിപ്പോൾ ഈ സുജിത് ദാസിനെതിരെ നടപടിയെടുത്ത സാഹചര്യത്തിൽ MR അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല. അതിനും അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറികൾ അടക്കം നീളുന്ന ആരോപണങ്ങൾ, പരാതി അത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻപിൽ വരുന്നു. ഈ സാഹചര്യത്തിൽ അങ്ങനെ പൂർണ്ണമായും ഒരു സംരക്ഷണം ഇനി ആർക്കെങ്കിലും ഒരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, PV അൻവർ ഇതുവരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെ ആദ്യ നടപടി എന്ന് പറയുമ്പോൾ അദ്ദേഹം തെളിവടക്കം മുഖ്യമന്ത്രിക്ക് മുൻപിൽ നിരത്തിയ കാര്യങ്ങൾക്കുള്ള തുടർ നീക്കം എന്ന് വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട ശേഷം PV അൻവറിനോട് നമ്മൾ ചോദിച്ചിരുന്നു, ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത്കുമാർ തുറന്നുകൊണ്ട് എങ്ങനെ അന്വേഷണം സാധ്യമാകുമെന്ന്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, പരാതി കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഇനി നടപടിക്ക് സമയം വേണ്ടേ, അപ്പോൾ അതിന്റെ ആദ്യഘട്ട നടപടിയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായും സംശയം ഉയരും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇയാൾ ഗുരുതര ചട്ടലംഘനം നടത്തി അല്ലെങ്കിൽ ചട്ടലംഘനം സുജിത് ദാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള DIGയുടെ അന്വേഷണത്തിലെ വീഴ്ച അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സുജിത് ദാസിന് സസ്പെൻഷൻ നൽകുമ്പോൾ തൊട്ടപ്പുറത്ത് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അന്വേഷണം നടത്തുകയാണ്. ആ പ്രാഥമിക അന്വേഷണത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത്കുമാറിനും മാറി നിൽക്കേണ്ടി വരും. അത് ഒരു പോലീസുമായി ബന്ധപ്പെട്ട നടപടിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടിയിൽ നടപടി അത് P ശശിക്കെതിരെ ഉണ്ടാകുമോ, വിശദീകരണം തേടുമോ എന്നടക്കമുള്ള കാര്യങ്ങളും PV അൻവറിന്റെ വിവാദമായിട്ടുള്ള
ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ നമുക്ക് കാര്യമായി നിരീക്ഷിക്കേണ്ടി വരും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ ആദ്യഘട്ട നടപടി എന്നോണം ഈ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉത്തരവിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുജിത് ദാസിന് സസ്പെൻഷൻ എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്. അത് നമ്മൾ തന്നെയാണ് ആദ്യം കൊടുക്കുന്നതും. ഏതായാലും ആ ഒരു നടപടിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി മാറിയെങ്കിലും മുഖ്യമന്ത്രിക്ക് നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഉന്മേഷ്, വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നാണ് ഈ സുജിത് ദാസിനെതിരായ നടപടിക്ക് പിന്നാലെ PV അൻവർ MLA ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.